കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് 2021 ചോദിച്ചിട്ടുള്ള ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 18ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ വിനീത് ഈസ് എ ക്ലോത്ത് മെർച്ചൻറ്റ് ഫ്രം ദി ഫോളോയിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2020. Compute his income from business and his gross total income for the assessment year 2020-21. ഓക്കെ, then ഇവിടെ ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുള്ളത് സാലറീസ് ആൻഡ് വേജസ് 15,000, റെൻ്റ് ആൻഡ് ടാക്സ് 4,000, ഡൊമസ്റ്റിക് എക്സ്പെൻസ് 2,000, TDS ഓൺ ഇൻട്രസ്റ്റ് 500, ഇൻകം ടാക്സ് 1,200, പോസ്റ്റൽ ചാർജസ് 1,500, ഡൊണേഷൻ 2,500, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 2,000, ഓഡിറ്റ് ഫീസ് 1,500, ബാഡ് ഡെപ്റ്റ് റിസർവ് 1,800, ബാഡ് ഡെപ്റ്റ് 2,500, ഡിപ്രിസിയേഷൻ 5,000, നെറ്റ് പ്രോഫിറ്റ് 2,44,500. ദെൻ ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് 2,70,000, ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഗ്രോസ് 4,000, റെൻറ്റ് ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് 10,000. രണ്ട് സൈഡും ടോട്ടലി 2,84,000 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻസ് ഒന്നാമത്തെ തന്നത് എന്താണ്? റെൻ്റ് ആൻഡ് ടാക്സസ് ഇൻക്ലൂഡ് ₹2,000 പെയ്ഡ് ആസ് മുനിസിപ്പൽ ടാക്സ് ഓൺ ഹൗസ് ലെറ്റ് ഔട്ട്. സെക്കൻഡ് വൺ, വാല്യൂ ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഈസ് ₹18,000. ഡൊണേഷൻ വാസ് ഗിവൺ ടു എൻ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പെർമിസിബിൾ ഡിപ്രിസിയേഷൻ വാസ് ₹4,000. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഗ്രോസ് ടോട്ടൽ ഇൻകം കാണണം. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണുന്നതിന് ആദ്യം കാണേണ്ടത് എന്താണ്? ബിസിനസ് ഇൻകമാണ്. ബിസിനസ് ഇൻകത്തിലുള്ള ഐറ്റംസ് ആണ് കൂടുതൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബിസിനസ് ഇൻകം ആദ്യം കണ്ടെത്തുന്നു, എന്നിട്ട് എന്ത് ചെയ്യാം? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിലേക്ക് വരാം. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ ബിസിനസ് ഇൻകമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? നെറ്റ് പ്രോഫിറ്റിനെ എടുത്ത് എഴുതണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് തന്നത് എത്രയാണ്? 2,44,500 ആണ് നെറ്റ് പ്രോഫിറ്റിനെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിസലോഡായിട്ടുള്ള ഐറ്റംസ് ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആഡ് ചെയ്യണം. ഡിസലോഡ് എക്സ്പെൻസുകളെ ആഡ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മുടെ ഡെബിറ്റ് സൈഡ് ഡിസലോഡ് ആയിട്ടുള്ള ഐറ്റംസ് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കുക, ഇവിടെ ഒന്നാമത് വന്നത് സാലറി ആൻഡ് വേജസ് ആണ്. സാലറി ആൻഡ് വേജസ് എന്താണ്? അലോഡ് ആണ്. ഓക്കെ, ഇവിടെ സാലറി ആൻഡ് വേജസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സാലറി ആൻഡ് വേജസ് എന്താണ്? അലോഡ് ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് റെൻ്റ് ആൻഡ് ടാക്സ് ആണ്. പക്ഷേങ്കിൽ ഈ റെൻ്റ് ആൻഡ് ടാക്സിൻ്റെ 4,000 ആണ് തന്നത്. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് റെൻ്റ് ആൻഡ് ടാക്സസ് ഇൻക്ലൂഡ് 2,000 പെയ്ഡ് ആസ് മുനിസിപ്പൽ ടാക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ റെൻ്റ് ആൻഡ് ടാക്സിൽ മുനിസിപ്പൽ ടാക്സ് കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ റെൻ്റ് ആൻഡ് ടാക്സിൽ വരുന്ന ആ ഒരു 2,000 എന്ന് പറയുന്ന മുനിസിപ്പൽ ടാക്സ് ഇവിടെ എന്താണ്? ഡിസലോഡാണ്. അപ്പോൾ അതിവിടെ നമ്മൾ കാണിക്കണം, 2,000നെ കാണിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഡൊമസ്റ്റിക് എക്സ്പെൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഡൊമസ്റ്റിക് എക്സ്പെൻസ് ഒരിക്കലും ബിസിനസ് ഇൻകത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല, അത് ബിസിനസ് ഇൻകത്തിൽ അലോഡ് അല്ല. അപ്പോൾ അതെന്താണ്? 2,000 ആണ്. 2,000നെ നമ്മൾ കാണിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത വരുന്നത് TDS ആണ്. TDS ഓൺ ഇൻട്രസ്റ്റും ഇവിടെ എന്തല്ല? അലോഡ് അല്ല. അപ്പോൾ ആ TDS ഓൺ ഇൻട്രസ്റ്റ് എത്രയാണ് തന്നത്? 500 ആണ്. 500നെ കാണിക്കുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സും ഇവിടെ ബിസിനസ്സിൽ അലോഡ് എക്സ്പെൻസ് അല്ല. അപ്പോൾ 1,200. ഓക്കെ, അപ്പോൾ അത് ബിസിനസ് എന്ന് പറയുന്ന പാർട്ടിൽ നിങ്ങൾ നല്ലോണം നോക്കിയാൽ മനസ്സിലാകും അലോഡ് ഏതാണ് ഡിസലോഡ് ഏതാണെന്നുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഡൊണേഷൻ ആണ്. ഡൊണേഷനും എന്താണ്? ഡിസലോഡാണ്. ഡൊണേഷൻ എത്രയാണ് തന്നത്? 2,500 ആണ് ഡൊണേഷൻ തന്നത്. ദെൻ അടുത്തത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയമാണ് അടുത്തത് തന്നത്. ഇതും എന്തല്ല? ബിസിനസ്സിൽ അലോഡ് എക്സ്പെൻസ് അല്ല. എത്രയാണ്? 2,000 ആണ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം വരുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഓഡിറ്റ് ഫീസാണ്, അത് അലോഡാണ്. നെക്സ്റ്റ് പറയുന്നത് ബാഡ് ഡെപ്റ്റ് റിസർവ് ആണ്. ബാഡ് ഡെപ്റ്റ് ആണെങ്കിൽ അലോഡാണ്, പക്ഷെങ്കിൽ ബാഡ് ഡെപ്റ്റ് റിസർവ് എന്താണ്? ഡിസലോഡാണ്. ഓക്കെ, 1,800 ആണ് വരുന്നത്. നെക്സ്റ്റ് ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ട്, അത് അലോഡാണ്. ദെൻ നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ പറയുന്നുണ്ട്. ഡിപ്രിസിയേഷൻ ബിസിനസ്സിൽ അലോഡാണ്, പക്ഷെങ്കിൽ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് പെർമിസിബിൾ ഡിപ്രിസിയേഷൻ എത്രയാണ്? 4,000 മാത്രമേ ഉള്ളൂ. ഇവിടെ എത്രയാണ് കൊടുത്തത്? 5,000 ആണ്. അപ്പോൾ
1000 എന്തായിരിക്കും? 5000 മൈനസ് 4000 1000 ഡിസ്അലോഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത്. ഈ ഐറ്റംസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 13,000 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ 2,44,500 കൂടെ ഇതിന് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,57,500 എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്നും ലെസ് ഡിസ്അലോഡ് ഇൻകംസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിസ്അലോഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻകംസ് തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഡിസ്അലോഡ് ഇൻകംസ് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്യണം. ഓക്കെ, ഇവിടെ റെൻ്റൽ ഇൻകം പറഞ്ഞിട്ടുണ്ട്. റെൻറ്റ് ഫ്രം HP, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള റെൻറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 10,000 ആണ്. ഇത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിൽ വരേണ്ടതാണ്, ഇവിടെ ബിസിനസ് ഇൻകത്തിൽ വരേണ്ടതല്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡിവിഡൻഡ് പറഞ്ഞിട്ടുണ്ട്. ഡിവിഡൻഡ് എത്രയാണ് തന്നത്? 4,000 ആണ് ഡിവിഡൻഡ് തന്നിട്ടുള്ളത്. ഇതും ബിസിനസ് ഇൻകവുമായിട്ട് ബന്ധപ്പെടുന്നതല്ല. അപ്പോൾ ഇത് രണ്ടിനെയും നമ്മൾ മൈനസ് ചെയ്യുന്നു. 2,57,500 നിന്നും 14,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2,43,500 എന്ന് കിട്ടും. ഈ കിട്ടുന്നതാണ് ബിസിനസ് ഇൻകം. ഓക്കെ, ബിസിനസ് ഇൻകം ആണ് എത്ര? 2,43,500 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബിസിനസ് ഇൻകം നമുക്ക് ലഭിച്ചു. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാൻ എല്ലാ ഹെഡുകളെയും നമ്മൾ ടോട്ടൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാമെന്ന് നോക്കാം. അപ്പോൾ അടുത്തത് എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ ഹെഡുകളെയും നമ്മൾ എടുത്തെഴുതുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻകം ഫ്രം സാലറി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻകം ഫ്രം സാലറി എന്ത് ചെയ്യണ്ട? ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹെഡ് എന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് റെൻ്റൽ ഇൻകം എന്നും പറഞ്ഞിട്ടുണ്ട്. റെൻ്റൽ ഇൻകം, റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നും പറഞ്ഞിട്ടുണ്ട്. റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ് തന്നത്? റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ₹10,000 ആണ്. ഓക്കെ, 10,000 ആണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ മുനിസിപ്പൽ ടാക്സ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എത്രയാണ്? മുനിസിപ്പൽ ടാക്സ് 2,000 ആണ്. നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞ 2,000 മുനിസിപ്പൽ ടാക്സ് കുറച്ചാൽ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഇത് എന്തായിട്ട് എടുത്താൽ മതി? GAV ആയിട്ട് എടുത്താൽ മതി. ഈ നെറ്റ് ആനുവൽ വാല്യൂയിൽ നിന്നും 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യണം. 8,000-ൻ്റെ 30% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2,400 എന്ന് കിട്ടും. ഇപ്പോൾ 8,000 നിന്നും 2,400 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതിനെ നമ്മൾ ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. 5,600 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇൻകം ഫ്രം HP കഴിഞ്ഞാൽ അടുത്ത വരുന്നതാണ് എന്ത്? ബിസിനസ് ഇൻകം എന്ന് പറയുന്നത്. ബിസിനസ് ഇൻകം ക്വസ്റ്റ്യനിൽ എത്രയാണ്? നമ്മളിപ്പം കണ്ടെത്തിയിട്ടുണ്ട്. ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് അതായത് 2,43,500 ആണ് നമുക്ക് കിട്ടിയത്. 2,43,500. ഓക്കെ, ഇനി ഇതുകൂടാതെ അടുത്തത് അതർ സോഴ്സിൽ വരുന്ന ഇൻകംസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഐറ്റം ഏതാണ് പറഞ്ഞത്? ഡിവിഡൻഡ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് തന്നത് എത്രയാണ്? 4,000 ആണ് ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് തന്നത്. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2,53,100 എന്ന് കിട്ടും. ഇതാണ് എന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക് യു.